അരിക്കൊമ്പനെ ഘടിപ്പിച്ച റേഡിയോ കോളിൽ നിന്നും സിഗ്നൽ ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അവസാനമായി കിട്ടിയത് ഇന്നലെ ഉച്ചയ്ക്കാണ്. അതിനുശേഷം തന്നെ ഒരു തരത്തിലുള്ള സിഗ്നലുകളും ഈ റേഡിയോ കോളിൽ നിന്നും ലഭ്യമായിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ഉണ്ട്. ബിനീഷ്, ഇന്നലെ ഉച്ച മുതൽ അരിക്കൊമ്പൻ എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവസാനത്തെ സിഗ്നൽ എവിടെ നിന്നാണ് ലഭിച്ചത്? ഈ വനം വകുപ്പിന്റെ വിശദീകരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ അരിക്കൊമ്പൻ സിഗ്നൽ ലഭിക്കാതെ വനവകുപ്പ് പറയുകയാണ്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉച്ച വരെയായിരുന്നു അരിക്കൊമ്പന്റെ സിഗ്നൽ ലഭ്യമായത്. ഒടുവിൽ സിഗ്നലുകൾ പ്രകാരം അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ മേഘമല വന്യജീവി സങ്കേതത്തിലെ വണ്ണാത്തിപ്പാറ മേഖലയിലുള്ളതായിരുന്നു ഇന്നലെ വരെ വനവകുപ്പ് കിട്ടിയത്. ഈ തുറന്നുവിട്ട മോദാക്കാണ സമീപത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാണ് അരിക്കൊമ്പൻ ഈ വണ്ണാത്തിപ്പാറ എത്തിയത്. തുടർന്ന് കേരള അതിർത്തിയിലേക്ക് നീങ്ങിയതായിരുന്നു ഇന്നലെ വനവകുപ്പിന് വിവരം ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഓരോ മണിക്കൂറിലും അരിക്കൊമ്പന്റെ നീക്കങ്ങൾ ഇന്നലെ സിഗ്നൽ വഴി GPS കോളർ തേക്കടിയിലെ നിരീക്ഷണത്തിൽ നൽകിക്കൊണ്ടിരുന്നെങ്കിലും ചില സമയങ്ങളിൽ ഈ ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ സിഗ്നലുകൾക്ക് തടസ്സം നേരിട്ടതായി ഇന്നലെ വനവകുപ്പ് നമ്മളോട് വിശദീകരിച്ചിരുന്നു. ഈ സഞ്ചാരപാത നിരീക്ഷണം തന്നെ ഒരു പ്രത്യേക സംഘടനയുണ്ടെങ്കിലും ഇവരുടെ കമ്പത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു കൊമ്പൻ. അതോടൊപ്പം തന്നെ അരിക്കൊമ്പൻ നിരീക്ഷണം ശ്രമിക്കുന്നുണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ ഇതുവരെ വനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഈ സിഗ്നൽ മാത്രമായിരുന്നു ഒരു ആശ്രയം. അതുകൊണ്ട് തന്നെയാണ് ഇത് അവസാനമായി കിട്ടിയത് ഈ ഇന്നലെ 2 മണിക്കാണ്. പിന്നീട് ഈ വനമേഖല അപ്പോഴും വനംവകുപ്പ് പറയുന്നത് വണ്ണാത്തിപ്പാറയിലുണ്ടെന്നാണ്. പക്ഷേ ഇതുവരെയും ഈ ഒരു സിഗ്നൽ അരിക്കൊമ്പന്റെ ഒരു സിഗ്നൽ എവിടെയാണ് ഉള്ളതെന്നുള്ള കൃത്യമായ ഒരു നിഗമനം അല്ലെങ്കിൽ കൃത്യമായ ഒരു വിവരം വനവകുപ്പിന് ലഭ്യമാകുന്നില്ലെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം. അതോടൊപ്പം തന്നെ ഇതിനെപ്പറ്റി ഈ വനവകുപ്പ് വിഷയം പറയുന്നത് യഥാർത്ഥമായ കാലാവസ്ഥ കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വനങ്ങൾ ഇടതുള്ള വനങ്ങളുണ്ടെങ്കിൽ തന്നെ ഈ സിഗ്നൽ കാലതാമസം ഉണ്ടാകും. സാങ്കേതിക പ്രശ്നം തന്നെയാണെന്നാണ് ഈ വനവകുപ്പ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് പരിഹരിക്കാൻ WWF വനവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VHF ആംഗിൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനും ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ VHF ആംഗിൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് അരിക്കൊമ്പനെ എങ്ങനെയെങ്കിലും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ വാച്ചർമാരുടെ നേതൃത്വത്തിലും ഈ മേഖലയിലെല്ലാം അരിക്കൊമ്പൻ ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയും നടത്തുന്നുണ്ട്. ഈ ഏതാണ്ട് തമിഴ്നാടിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയിരുന്നു. തമിഴ്നാട് വനത്തിൻ്റെ ഭാഗത്തായിരുന്നു കണ്ടിരുന്നത്. അതിനുശേഷം കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിരുന്നല്ലോ. തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയുള്ള വിവരങ്ങളാണോ വനം വകുപ്പ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്? ഇന്നലെ വരെ പങ്കുവച്ചത് ഈ തുറന്നുവിട്ട ഈ മോഹക്കാര സമയത്ത് ഇത് അരിക്കൊമ്പൻ 10 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ വണ്ണാത്തിപ്പാറയിലെത്തിയിരുന്നു. തുടർന്ന് ഈ തമിഴ്നാട് അതിർത്തി കൂടിയായിരുന്നു ഇന്നലെ വരെ കടന്നിപ്പോൾ. പിന്നീട് കേരള അതിർത്തിയിലേക്ക് വീണ്ടും നീങ്ങി തുടങ്ങിയതാണ് ഈ ഇന്നലെ വരെയൊക്കെ കിട്ടിയ സിഗ്നൽ GPS സിഗ്നൽ ലഭിച്ചത്. എന്നാൽ അത് ഇന്ന് ലഭിക്കാതായതോടെ ഈ വണ്ണാത്തിപ്പാറ തമിഴ്നാട്ടിലെ വണ്ണാത്തിപ്പാറയായിരുന്നു അവസാനമായി സിഗ്നൽ ലഭിച്ചത്. പിന്നീട് സിഗ്നൽ ലഭിക്കാതായതോടെ ഇപ്പോൾ അരിക്കൊമ്പൻ എവിടെയുണ്ടെന്നുള്ളൊരു കൃത്യമായ ഒരു വിവരം വനവകുപ്പിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ VHF ആന്റിന ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയതിനു ശേഷവും അവിടെ വീണ്ടും ആനപ്പേടികളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇല്ലേ ബിനീഷേ? തീർച്ചയായും മേഖലയിൽ അരിക്കൊമ്പൻ മാത്രമല്ല പ്രശ്നക്കാരൻ. ചക്കക്കൊമ്പനും മുറിവാലനും എല്ലാം പ്രശ്നക്കാരനാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടം അടക്കമുള്ളവർ ഈ സിമെന്റ് പാല, അതായത് സൗത്തിൽ നടന്ന സിമെന്റ് പാലത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ലെന്ന്. ഇവര് ഏകദേശം ഒരു ദിവസത്തോളം പകൽ മൊത്തം ഈ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുകയും തുടർന്ന് പുലർച്ചെയോടെയാണ് ഈ വിലക്ക് ഭാഗത്ത് സൂര്യനിൽ വിലക്ക് ഭാഗത്തെത്തി രാജന്റെ ഷെഡ് തകർക്കുകയും തുടർന്ന് സമീപത്തെ ഒരു വാഴത്തോട്ട കൃഷി നശിപ്പിച്ച് സമീപത്തെ ചോലവനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും ഈ അരിക്കൊമ്പന്റെ പ്രശ്നം കൊണ്ട് മാത്രം ചിന്നക്കനാലിലെ ഒരു ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആനശല്യം ഒഴിവാകുന്നില്ല. ഇനിയും ഈ ചക്കക്കൊമ്പനെല്ലാം ഇറങ്ങും, മുറിവാലൻ ഇറങ്ങും. ഈ കാട്ടാനക്കൂട്ടം പിൻവാങ്ങിയിട്ടില്ല. അത്തരത്തിലുള്ള ആശങ്കകൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ആളുകൾ വളരെ ഭീതിയോടെ തന്നെയാണ് ഈ മേഖലയിൽ കഴിയുന്നത്. എന്താ വെച്ചാൽ അരിക്കൊമ്പൻ അടുക്കള തകർക്കുമെങ്കിൽ ഈ ചക്കക്കൊമ്പൻ വാഹനം തകർക്കുന്നു, ആളുകളെ ഓടിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ മേഖലയിൽ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ആനപ്പേടി ഈ ചിന്നക്കനാലിൽ നിന്ന് ഒഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ RRT സംഘം അടങ്ങുന്നുള്ളത് ഈ മേഖലയിൽ കൃത്യമായ നിരീക്ഷണം നടത്തുന്നത് ആനക്കൂട്ടങ്ങളുണ്ടെങ്കിൽ ആ ആനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ചിന്നക്കനാൽ സ്വദേശികൾ. അരിക്കൊമ്പൻ്റെ സിഗ്നൽ ലഭ്യമല്ല. അരിക്കൊമ്പൻ്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ആ റേഡിയോ കോളർ എന്നുള്ള സിഗ്നൽ ഇന്നലെ ഉച്ച മുതൽ ലഭ്യമായിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി തന്നെ ഉയർന്നു നിൽക്കുന്നത്.
വനംവകുപ്പിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് സാങ്കേതിക തകരാർ എന്നുള്ള ഒരു വിശദീകരണമാണ് വനംവകുപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ ഇടതൂർന്ന വനമായതുകൊണ്ട് ഒരുപക്ഷെ സിഗ്നൽ ലഭ്യമാകാത്തതാവാം കാരണം എന്നുള്ളൊരു വിശദീകരണം കൂടി വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ സിഗ്നൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. ഇടുക്കിയിൽ നിന്നും മൂന്നാറിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ്.